BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. മനാമ ഹെൽത്ത് കോൺഗ്രസ് ആൻഡ് എക്സ്പോ 2024 ഡിസംബറിൽ എക്സിബിഷൻ വേൾഡിൽ നടക്കും. ഡിസംബർ 12 മുതൽ 14 വരെയാണ് എക്സ്പോ. സുപ്രീം കൗൺസിൽ ഓഫ് ഹെൽത്തിന്റെ സഹകരണത്തോടെയും സർക്കാർ ആശുപത്രികൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയുടെ പങ്കാളിത്തത്തോടെയുമാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നതെന്ന് നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി CEO മറിയം അൽ ജലാമ പറഞ്ഞു. ബഹ്റൈൻ എക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡ്, തംകീൻ തുടങ്ങിയവയുടെ പങ്കാളിത്തവും എക്സിബിഷനിലുണ്ടാകും. ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ആധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ, ഉൽപ്പന്നങ്ങൾ, ഹെൽത്ത് കെയർ ടെക്നോളജി എന്നിവ പ്രദർശിപ്പിക്കും. എക്സിബിഷനിലേക്കുള്ള പ്രവേശനം സൗജന്യമായിരിക്കും. ബഹ്റൈനും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സഹകരണം ശക്തമാക്കും. GCC മേഖലയിലേക്കുള്ള യൂറോപ്യൻ യൂണിയൻ പ്രത്യേക പ്രതിനിധി ലുവൈജി ദിമായുവിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘവുമായി ബഹ്റൈൻ വിദേശകാര്യമന്ത്രി അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി കൂടിക്കാഴ്ച നടത്തി. ബഹ്റൈനും യൂറോപ്യൻ യൂണിയനും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധവും വിവിധ മേഖലകളിലെ സഹകരണവും മെച്ചപ്പെട്ട നിലയിലാണെന്ന് വിലയിരുത്തുകയും കൂടുതൽ മേഖലകളിൽ സഹകരണം വ്യാപിപ്പിക്കുന്നതിനുള്ള ആശയങ്ങൾ കൂടിക്കാഴ്ചയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. യൂറോപ്യൻ യൂണിയന് ഗൾഫ് മേഖലയുമായുള്ള ബന്ധം വിശദീകരിച്ച ലുവൈജി വരും കാലങ്ങളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ കഴിയുമെന്നും അറിയിച്ചു. പ്രഥമ സ്പോർട്സ് ഒളിമ്പിക് ഗെയിംസിന് സൗദി അറേബ്യ ആതിഥേയത്വം വഹിക്കും. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. പരമ്പരാഗത കായിക വിനോദങ്ങളും മത്സര ഗെയിമും തമ്മിലുള്ള ബന്ധത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരിക്കും ഇതെന്നാണ് വിലയിരുത്തൽ. കനത്ത ചൂടിന് ആശ്വാസമായി UAEയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്തു. അലൈനിലെ അൽ ഹില്ലി, അൽ റിഫ്, അൽ നൈഫ, ബാദ് ബിൻ സൗദ്, അൽ മസൗദി, അൽ നബാഖ് മേഖലകളിലാണ് മഴ പെയ്തത്. അൽ ഹവയിലും നേർത്ത മഴയുണ്ടായി. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിൽ ഓറഞ്ച്, യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു. ഇന്നലെ 48 ഡിഗ്രിയായിരുന്നു ചൂട്. രാത്രി അന്തരീക്ഷ ഊഷ്മാവ് ഉയർന്ന നിലയിലായിരുന്നു. ഇന്നലെ പൊടിക്കാറ്റിനും ഉടലിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു. ഇന്ത്യൻ നാവികസേനയ്ക്കായി റഷ്യയിൽ നിർമ്മിക്കുന്ന 2 യുദ്ധക്കപ്പലുകൾ സെപ്റ്റംബറിൽ രാജ്യത്തെത്തും. INS തുഷിൽ എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ആദ്യ കപ്പലാണ് സെപ്റ്റംബറിൽ ഇന്ത്യൻ തീരമണയുക. INS തമാൽ എന്ന രണ്ടാം കപ്പൽ 2025 ഫെബ്രുവരിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ നാവികസേന. റഡാർ കണ്ണിൽപ്പെടാതെ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഗ്രിഗോറോവിച്ച് യുദ്ധക്കപ്പലുകളാണ് റഷ്യയിൽ നിർമ്മിക്കുന്നത്. 2016 ഒക്ടോബറിലാണ് 4 യുദ്ധക്കപ്പലുകൾക്കായി $1 ബില്യൺ കരാറിൽ ഇന്ത്യയും റഷ്യയും ഒപ്പുവെച്ചത്. ഇതിൽ 2 റഷ്യയിൽ നിർമ്മിക്കാനും ബാക്കി 2 ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ നിർമ്മിക്കുവാനുമാണ് ധാരണയായത്. മലപ്പുറത്ത് H1N1 ബാധിച്ച് ഒരാൾ മരിച്ചു. പൊന്നാനി സ്വദേശിയായ സ്ത്രീയാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. തൃശൂർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് മരണം സംഭവിച്ചത്. നേരത്തെ 12ഓളം പേർ H1N1 രോഗലക്ഷണവുമായി ചികിത്സ തേടിയിരുന്നു. മഴക്കാല രോഗം വ്യാപകമാവുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. മലപ്പുറത്ത് 2 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു. പൊന്നാനി സ്വദേശികളായ സ്ത്രീകൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. പൊന്നാനിയിൽ 1200 പേരുടെ രക്തസാമ്പിളുകൾ പരിശോധിച്ചതിനാലാണ് രോഗം കണ്ടെത്തിയത്. മേഖലയിൽ നഗരസഭയുടെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആരോഗ്യവകുപ്പ് നടത്തുന്ന ഗൃഹസന്ദർശന രക്തപരിശോധനയിൽ പങ്കാളിയാവണമെന്നും DMO അറിയിച്ചു. ഉറവിട നശീകരണം, ഫോഗിംഗ്, സ്പ്രേയിംഗ് എന്നിവ തുടരും. 100 ആരോഗ്യ പ്രവർത്തകരെ പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചു. 3 ആഴ്ച ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായി രൂപരേഖ തയ്യാറാക്കി. തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻതോട്ടിലെ മാലിന്യം നീക്കാനുള്ള ജോലിക്കിടെ തോട്ടിൽ വീട് മരിച്ച ജോയിയുടെ അമ്മയ്ക്ക് 10 ലക്ഷം രൂപ ധനസഹായം നൽകാൻ സർക്കാരിന്റെ തീരുമാനം. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇക്കാര്യം തീരുമാനിച്ചത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് 10 ലക്ഷം നൽകുന്നത്. റെയിൽവേയുടെ ഭാഗത്തു നിന്നും ജോയിയുടെ കുടുംബത്തിന് സഹായമുണ്ടാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ജോയിയുടെ കുടുംബത്തെ സഹായിക്കണമെന്ന് മന്ത്രിമാർ നേരത്തെ റെയിൽവേയോട് അഭ്യർത്ഥിച്ചിരുന്നു. ആമയിഴഞ്ചാൻതോട്ടിലെ മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നം ഇന്നലത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തില്ല. ഇന്ന് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ച സാഹചര്യത്തിലാണ് യോഗം പരിഗണിക്കാതിരിക്കുന്നത്. ജനപ്രതിനിധികൾ, റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. അതേസമയം ജോയിയുടെ അമ്മയ്ക്ക് കോർപ്പറേഷൻ വീട് വെച്ച് നൽകുമെന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. നഗരസഭ അദ്ദേഹത്തിന്റെ മാതാവിനൊപ്പം നിൽക്കുന്നു. കോർപ്പറേഷന് പുറത്താണ് ജോയിയുടെ കുടുംബം താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീരുമാനം കോർപ്പറേഷൻ കൗൺസിൽ ചേർന്ന് ഔദ്യോഗികമായി അറിയിക്കുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കി.
മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മെഴുക് പ്രതിമ അനാച്ഛാദനം ചെയ്തു. ശില്പത്തിന്റെ അനാച്ഛാദനം ഉമ്മൻചാണ്ടിയുടെ സഹധർമ്മിണി മറിയാമ്മ ഉമ്മൻ നിർവഹിച്ചു. പ്രശസ്ത മെഴുക് പ്രതിമ ശില്പിയും സുനിൽ വാക്സ് മ്യൂസിയം മാനേജിംഗ് ഡയറക്ടറുമായ സുനിൽ കണ്ടലൂരാണ് പ്രതിമ നിർമ്മിച്ചത്. ഉമ്മൻചാണ്ടി മരിക്കുന്നില്ല, ജീവിക്കുന്നു ജനങ്ങളിലൂടെ എന്ന വാക്കുകൾ ഇപ്പോഴും ഹൃദയത്തിലാണെന്നും മറിയാമ്മ ഉമ്മൻ പറഞ്ഞു. ഭർത്താവ് അടുത്തു വന്ന് നിൽക്കുന്നത് പോലെ എന്ന പ്രതിമയെ തോന്നിയെന്നും മറിയാമ്മ പറഞ്ഞു. ചടങ്ങിൽ ചാണ്ടി ഉമ്മൻ MLA അധ്യക്ഷത വഹിച്ചു. പുരസ്കാര വിതരണ വേദിയിൽ വെച്ച് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ അപമാനിച്ച സംഭവത്തിൽ പ്രതികരിച്ച് നടൻ ആസിഫ് അലി. തനിക്കുള്ള പിന്തുണ വിദ്വേഷ പ്രചാരണത്തിനുള്ള അവസരമാക്കി മാറ്റരുതെന്നാണ് ആസിഫ് അലി പ്രതികരിച്ചത്. സാമൂഹിക മാധ്യമങ്ങളിൽ കിട്ടുന്ന പിന്തുണയിൽ സന്തോഷമുണ്ട്, എന്നാൽ തനിക്കുള്ള പിന്തുണ മറ്റൊരാൾക്കെതിരായ വിദ്വേഷ പ്രചാരണമാക്കരുതെന്നും ആസിഫ് അലി കൂട്ടിച്ചേർത്തു. അദ്ദേഹം ഇപ്പോൾ അനുഭവിക്കുന്ന വേദന തനിക്ക് മനസ്സിലാകും. താനും സങ്കടപ്പെടുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നയാളാണ്. എന്നാൽ തന്റെ വിഷമങ്ങളും പ്രശ്നങ്ങളും തന്റേത് മാത്രമാണ്. പരസ്യമായി ഒരിക്കലും അത് പ്രകടിപ്പിക്കാറില്ലെന്നും നടൻ സൂചിപ്പിച്ചു. കൊച്ചി സെന്റ് ആൽബർട്ട്സ് കോളേജിലെ പരിപാടിയിൽ സിനിമാ പ്രചാരണത്തിലെത്തിയപ്പോഴായിരുന്നു ആസിഫ് അലിയുടെ പ്രതികരണം. ആസിഫ് അലിക്കെതിരായ രമേശ് നാരായണന്റെ നടപടിയിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. സിനിമാ മേഖലയിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് ആസിഫ് അലിയെ പിന്തുണച്ചും രമേശ് നാരായണനെ വിമർശിച്ചും രംഗത്ത് വന്നത്. കേരളത്തിൽ കാലവർഷം ശക്തമായി തുടരുന്നു. 8.45 സെന്റിമീറ്റർ മഴയാണ് ഇന്ന് രാവിലെ അവസാനിച്ച 24 മണിക്കൂറിൽ സംസ്ഥാനത്താകെ പെയ്തത്. 22 വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത ദിവസങ്ങളിൽ തെക്കൻ ചൈന കടലിലും വിയറ്റ്നാമിലും മുകളിലുള്ള ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിക്കും. ഇത് 19 പുതിയൊരു ന്യൂനമർദ്ദമായി മാറും. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കുറഞ്ഞ സമയം കൊണ്ട് കനത്ത മഴ പെയ്യുമെന്നാണ് പ്രവചനം. ഇത് മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. മഴക്കെടുതിയിൽ വിവിധ ജില്ലകളിൽ ഇന്നലെ മാത്രം 8 പേർ മരിച്ചു, ഒരാളെ കാണാതായി. സംസ്ഥാനത്ത് കൃഷി വകുപ്പിന്റെ ഓണത്തിനൊരു മുറം പച്ചക്കറി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി P. പ്രസാദിന്റെ അധ്യക്ഷതയിൽ മന്ത്രിമാർ ചേർന്ന് പച്ചക്കറി തൈകൾ നട്ടുകൊണ്ട് നിർവഹിച്ചു. സെക്രട്ടേറിയറ്റ് അങ്കണത്തിലെ ഉദ്യാനത്തിൽ രാവിലെ 11:30 പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത്. ചടങ്ങിൽ മന്ത്രിമാരായ K. രാജൻ, റോഷി അഗസ്റ്റിൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, KN ബാലഗോപാൽ, R. ബിന്ദു, J. ചിഞ്ചുറാണി, ചീഫ് സെക്രട്ടറി V. വേണു എന്നിവരും കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി B. അശോക്, ഡയറക്ടർ അദീല അബ്ദുള്ള എന്നിവരും പങ്കെടുത്തു. സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളിലും കാർഷിക സംസ്കാരം ഉണർത്തുക, കേരളത്തെ ഭക്ഷ്യസ്വയം പര്യാപ്തതയിൽ എത്തിക്കുക, കൂടാതെ സുരക്ഷിത പച്ചക്കറി ഉൽപ്പാദനം കാര്യക്ഷമമായി നടപ്പിലാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെ മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണത്തോടനുബന്ധിച്ച് കൃഷിവകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന ബൃഹത് പദ്ധതിയാണ് ഓണത്തിനൊരു മുറം പച്ചക്കറി. സുരക്ഷിത പച്ചക്കറി ഉൽപ്പാദനത്തിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കാളികളാക്കുക എന്ന ഉദ്ദേശത്തോടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓണത്തിനൊരു മുറം പച്ചക്കറി പദ്ധതി 2024-25 സാമ്പത്തിക വർഷം നടപ്പിലാക്കുന്നത്. വിപണിയിൽ നാടൻ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താനും ഓണം വിപണിയിൽ ഉണ്ടായേക്കാവുന്ന പച്ചക്കറി വിലക്കയറ്റത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനും പദ്ധതിക്ക് മുൻ വർഷങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. മലപ്പുറം മുഴക്കൂർ കുന്നേക്കാട് സ്കൂൾ വാൻ റോഡിൽ നിന്ന് താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം സംഭവിച്ചു. വിദ്യാർത്ഥികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഡ്രൈവർക്കും അധ്യാപികയ്ക്കും നിസാര പരിക്കുണ്ട്. ഇവരെയും 11 കുട്ടികളെയും കൊണ്ടോട്ടിയിലെ റിലീഫ് ആശുപത്രിയിൽ എത്തിച്ചു. ആർക്കും സാരമായ പരിക്കില്ലെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇന്നലെ രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. മുസ്ലിരങ്ങാടി കുമ്പലപ്പറമ്പ് ABC സ്കൂളിന്റെ വാനാണ് അപകടത്തിൽപ്പെട്ടത്. വിദ്യാർത്ഥികളുമായി സ്കൂളിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഗവർണർക്ക് റിപ്പോർട്ട് കൈമാറി. സർവകലാശാല വൈസ് ചാൻസലർ, അസിസ്റ്റന്റ് വാർഡൻ, അധ്യാപകൻ സിദ്ധാർത്ഥന്റെ അച്ഛനമ്മമാർ, സഹപാഠികൾ തുടങ്ങി 28 പേരിൽ നിന്ന് കമ്മീഷൻ മൊഴിയെടുത്തിരുന്നു. മുൻ വൈസ് ചാൻസലർ MR ശശീന്ദ്രനാഥിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട വീഴ്ച സംഭവിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സിദ്ധാർത്ഥന്റെ മരണം നടക്കുന്ന ദിവസം VC ക്യാമ്പസിലുണ്ടായിരുന്നു. സമയബന്ധിതമായി ഇടപെടൽ നടത്താൻ VC തയ്യാറായില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിവരം പുറത്തുവന്നതിന് പിന്നാലെ VCയെ ഗവർണർ പുറത്താക്കിയിരുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.